കമോൺ ഗൈസ്, ഇങ്ങനെ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി നോക്കാം. അങ്ങനെ റാപ്പിഡോ നമ്മൾ പറഞ്ഞ റാപ്പിഡോ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, വണ്ടി എടുക്കാം. ഫസ്റ്റ് പോയിട്ട് വണ്ടി എടുക്കുന്നിടത്ത് ആകെ വെള്ളക്കെട്ടാണ്. എങ്ങനെ പോകുന്നറിയില്ല. ഇതാണ് നമ്മുടെ വണ്ടിക്കാകെ സർവീസിന് കൊടുക്കാനായിട്ടുണ്ട്. അതാണ് പിന്നെ ഞാനൊന്ന് കഴിഞ്ഞ് വാഷ് ചെയ്യാത്തത്. സർവീസ് ആയിട്ടുണ്ട് വണ്ടിയുടെ. ഓക്കെ, എന്തായാലും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സവാരി നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ റാപ്പിഡോ നമ്മളങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. റാപ്പിഡോയിൽ നമ്മൾ ട്രിപ്പ് കൊടുത്ത്. ഓക്കെ, റാപ്പിഡോയിൽ ട്രിപ്പ് കിട്ടുന്നുണ്ട്. ബെറ്റർ ദെൻ സവാരി, ഊബർ. എനിക്ക് റാപ്പിഡോ ഇൻസ്റ്റാൾ ചെയ്ത് റാപ്പിഡോയിൽ കിട്ടിയ ട്രിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സവാരിനെക്കാട്ടിയും പിന്നെ അതേപോലെ തന്നെ ഊബറിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അതുകൊണ്ട് റാപ്പിഡോ. ദെൻ നമ്മുടെ യൂബർ. അങ്ങനെ നമ്മുടെ ഊബർ കൂടി നമ്മൾ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് നമ്മുടെ ഫോട്ടോ, ഇതൊക്കെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. നമ്മൾ തന്നെയല്ലേ ഓടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡി വെച്ചിട്ട് നമുക്ക് മാത്രമാണ് ഓടാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് അവർ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ചില ദിവസങ്ങളിൽ 1-2 പ്രാവശ്യമൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊബറും അങ്ങനെ ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ അതാ 3 ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം ട്രിപ്പ് ഏതിലൊക്കെ വരിക, എപ്പോഴൊക്കെ വരിക നോക്കി നോക്കാം. 3 ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാ ഊബറിലൊക്കെ ഫുള്ള് കളർ തീമിലാണ് എടുക്കുന്നത്. നല്ല സർജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ട്രിപ്പുകൾ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ എന്നൊക്കെ. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. ഞാനൊരു ട്രിപ്പ് ഒരു 195 ഒരു ട്രിപ്പ് ഒന്ന് മാച്ചിങ് കൊടുത്തിട്ടുണ്ട്. അടിക്കുമെന്നറിയില്ല, നോക്കി നോക്കാം. അതടിച്ചിട്ടുണ്ട്. ഒരു 195 ട്രിപ്പാട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഒന്നിൽ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ 2 ആപ്ലിക്കേഷൻസ് ഓഫ് ചെയ്തിട്ട് കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ അതുവരെ അടിക്കാത്തവർ ഒക്കെ ഒരുമിച്ചിട്ട് അടിക്കൽ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റേ 2 ആപ്ലിക്കേഷൻ നമ്മൾ ഓഫ്ലൈനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊബറിലാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, നിവ്യ. ഓക്കെ, എന്തായാലും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ട്രിപ്പ് നോക്കി നോക്കാം. ആളിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. അത് കോർട്ടിലായിരുന്നു. അങ്ങനെ കോർട്ടിൽ നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഏകദേശം 220. നമുക്ക് ആ ഒരു കസ്റ്റമർ റേറ്റിൽ 220 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ നോക്കി നോക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. കോളേജിൻ്റെ മുന്നിലാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു മുടിഞ്ഞ ബ്ലോക്ക് ഈ സമയത്ത്. അതിന് മറൈൻ ഡ്രൈവ് പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. ഏകദേശം അവിടെ എത്തുമ്പോഴത്തേനൊക്കെ അടുത്ത ട്രിപ്പ് അടിക്കും. അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ല ബ്ലോക്കാണ്. ഓക്കെ, മറൈൻ ഡ്രൈവിൽ നമ്മൾ കൂടുതൽ നേരം നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് നേരെ കണ്ട് പോന്നു. നേരെ പോന്നിട്ട് പിന്നെ ഇതാ CNG ഇതാ നോക്കും. ഏകദേശം 2 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ CNG ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പമ്പിലാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കാണ്. കണ്ടില്ല, 2 ലൈനും ഫുള്ള് ഫില്ലാണ്. പക്ഷേ വേറെ മാർഗ്ഗമല്ല. ഇനി ചിലപ്പോൾ വലിയ ട്രിപ്പ് ഏതെങ്കിലും കിട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാസഞ്ചർ ആയിട്ട് ഫില്ല് ചെയ്യാൻ കയറേണ്ടി വരും. അപ്പോൾ പിന്നെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 പോയിൻ്റ് ആകുമ്പോൾ ഞാൻ മാക്സിമം ഫില്ല് ചെയ്യലുള്ളതാണ്. എന്തായാലും നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെയും മുടിഞ്ഞ ബ്ലോക്കാണ്. എന്തായാലും ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇനി വീണ്ടും ആപ്ലിക്കേഷനൊക്കെ ഓണാക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിലൊരു ട്രിപ്പ് വന്നു. പക്ഷെ അത് വെറുത്തല്ല. 170 രൂപയുടെ ട്രിപ്പാണ്. 2.5 കിലോമീറ്റർ പിക്കപ്പിനും പോകണം. പിന്നെ അതേപോലെ 8 കിലോമീറ്റർ ഡ്രോപ്പും. മൊത്തം 10 കിലോമീറ്ററിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിനാകെ 170 രൂപക്ക് നോട്ട് വെർത്ത് ഇറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുത്തല്ലാത്ത ട്രിപ്പുകൾ എടുക്കണ്ട. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇന്ന കമ്പനികൾ എല്ലാ കമ്പനിയും ചൂഷണം ചെയ്യും. അപ്പോൾ നമ്മൾ ആ ചൂഷണത്തിന് ഇരയാവാതിരുന്നാൽ മതി. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് CNG ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഓണാക്കാം. ഓക്കെ, നമുക്ക് നമ്മളിങ്ങനെ CNG ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതാ CNG ഫുള്ളാക്കി 670 രൂപക്കാണ് CNG ഫില്ല് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇതാ ലിജി. ഏകദേശം 200 രൂപയുടെ ട്രിപ്പാണ് മറൈൻ ഡ്രൈവ്. അപ്പോൾ നമുക്ക് എന്തായാലും പിക്ക് ചെയ്തിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിതാ ഒരു ട്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 240 രൂപയാണ് ടോട്ടൽ വന്നത്. ഓക്കെ, അതൊരു ടേണിങ്ങിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വളച്ച് അവിടെ സദ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് വിശക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പൈപ്പ് ലൈനിലുള്ളത്, പൈപ്പ് ലൈൻ റൂട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ അപ്ലിക്കേഷനൊക്കെ നിലവിൽ ഓഫ്ലൈനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. കഴിക്കൽ കഴിഞ്ഞ പാടെ നമുക്കൊരു മഞ്ഞിമയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മഞ്ഞിമ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. ഒരു 170 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് പോയിട്ട് എടുക്കാം. ഓക്കെ, ഊബറിലാണ് അടിച്ചിട്ടുള്ളത്. ആ ട്രിപ്പ് നമ്മൾ ഏകദേശം 160 രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഊബർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടാക്സി ഫീൽഡിൽ വന്നിട്ട് നമുക്ക് ഇത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില വീഡിയോസിലെല്ലാം ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ആ ഓടിയതും പിന്നെ അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ കയ്യിൽ. അപ്പോൾ നമുക്ക് 3000 കിട്ടിയാലും 4000 കിട്ടിയാലും നമ്മൾ 4000-നോടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു CNG അടിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ എക്സ്പെൻസ് എല്ലാം കഴിച്ചിട്ടാണ് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതിയിലും കുറവും ചിലപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ എത്ര കിട്ടിയാലും അതിൻ്റെ എത്രയും എക്സ്പെൻസിൽ പോകാനുണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നോർമൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര കിട്ടിയെന്നുള്ളതിലുപരി നമ്മളൊരു ദിവസം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ 530 രൂപക്കാണ് രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഓടിയിട്ടുള്ളൂ. രാവിലെ 10 മണി 11 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ രാത്രി ഏകദേശം ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എത്ര ഓടാൻ പറ്റും, എങ്ങനെ ഓടാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഡിങ്കിയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വില്ല 25 ആണ് പറഞ്ഞിട്ട്. ഏകദേശം 1.5 കിലോമീറ്റർ പോകാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ പോയി എടുക്കാം. നമ്മൾ റാപ്പിഡോ ഓഫ് ചെയ്യാൻ മറന്നു. റാപ്പിഡോയിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് 6 കിലോമീറ്റർ. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ക്യാൻസൽ ചെയ്യാം. മറ്റേത് ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പിക്കപ്പിന് എത്തിയിട്ടുണ്ട്. ഡിങ്കി എന്തായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിങ്കിനെ ഇറക്കിയ പാടിന് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഏകദേശം 600 മീറ്റർ അപ്പുറത്തുനിന്നായിരുന്നു. അത് 160 രൂപയുടെ ട്രിപ്പാണ്. പക്ഷേ ഇത് നമുക്ക് കേരള സവാരിയിലാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പോയിട്ട് പിക്കപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ട്രിപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൈ ലൈനിലായിരുന്നു. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഏകദേശം 167 കിട്ടിയത്. ജിയ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എല്ലാതും ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കാം. അടുത്ത ട്രിപ്പിന് ഇനി ഒരു ചായ കുടിക്കണം. 4 മണിയാവാനായി, 3:40. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ചാടിക്കൽ കഴിഞ്ഞ് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഏകദേശം 230 രൂപയുടെ ട്രിപ്പാണ്. ഒരു 300 മീറ്റർ അപ്പുറത്തു നിന്നാണ് എന്തായാലും. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 281. കസ്റ്റമർ നമുക്ക് ഏകദേശം 290 രൂപ വന്നിട്ടുണ്ട് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നോക്കി നോക്കാം. ഇനി മറ്റേത് ഓൺലൈനിലിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഏകദേശം 5 മണിയായി സമയം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം പോസ്റ്റ് ആയതിന് ശേഷം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 220 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഓക്കെ, പിക്കപ്പിന് പോവാം. ഒരു 500 മീറ്റർ അപ്പുറത്തുനിന്ന് അടിച്ചത്. എന്തായാലും നോക്കി നോക്കാം. ഇപ്പോൾ തൃപ്പൂണിത്തറ മുടിഞ്ഞ ബ്ലോക്കാണ്. കരിമുകളിലോട്ടാട്ടോ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ തൃപ്പൂണിത്തറയിൽ നിന്ന് കരിമുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, 290 രൂപയാണ് ആ ഒരു ട്രിപ്പ് ടോട്ടൽ ആയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കരിമുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ റൂട്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യാം. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് മുട്ട കൂട്ടിയിട്ട് ഒരു ചായയും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഗൈസ് നമുക്കൊരു രമ്യയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:13 അപ്പോൾ എന്തായാലും നമുക്ക് പോയി രമ്യ പിക്കപ്പ് ചെയ്യാം. ഓക്കെ, വൈറ്റിലേക്കാട്ടോ ഈ ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. എന്തായാലും നോക്കി നോക്കാം. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രമ്യനെയും കാണാനില്ല, ആരെയും കാണാനില്ല. ലൊക്കേഷനിലെത്തി വെയിറ്റ് ചെയ്യണം. ഇവിടെ ആകെ 2 നായ്ക്കളുള്ളത്. ഹേയ്, എവിടെ ആളവിടെ? എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ലൊക്കേഷനിലെത്തിയിട്ട് ഒരാളും മനുഷ്യനും ഒന്നും ഇല്ല ഇവിടെ മൊത്തത്തിൽ. ഫേക്ക് ആണോ നോക്കാം. നമ്മൾ ഏകദേശം വൈറ്റിലെത്തി. അങ്ങനെ വൈറ്റിലെ ഹബിലാണ്. 290 രൂപ കേട്ടോ ടോട്ടൽ ട്രിപ്പിൽ നമുക്ക് വന്ന ഫെയർ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ വൈറ്റിലെത്തി. വൈറ്റിലെ വെയിറ്റിംഗ് ആണ്. എന്തായാലും നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നതേ നമുക്ക് പോകുന്നതാവും നല്ലത് കുറച്ചുകൂടി. ഏകദേശം 9 മണി ആവാനായി വൈറ്റിലയിൽ. ഇനി ചിലപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇനി വല്ല കിട്ടുന്ന ട്രിപ്പ് ഭയങ്കര ലോങ് ആയ ചിലപ്പോൾ നമുക്ക്
ഇനി തിരിച്ച് പോകാൻ പറ്റില്ല. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ഏതെങ്കിലും ട്രിപ്പുകൾ കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ റൂമിൻ്റെ അവിടെ എത്തുമ്പോഴും നമുക്ക് ചിലപ്പോൾ ട്രിപ്പ് അടിക്കാം. പിന്നെ ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റൂമിൽ കയറും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇത് ഓപ്പണാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് മെല്ലെ റൂമിലേക്ക് മെല്ലെ പോയേക്കാം. ഓക്കെ, ഇപ്പോൾ കേസ് നമ്മൾ റൂമിലെത്തിയിട്ടും ട്രിപ്പുകളും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ വന്നാൽ നന്നായി. ഏകദേശം സമയം 9:05. അപ്പോൾ നമ്മുടെ യൂബർ ഓഫ്ലൈനിലിട്ട് ഏകദേശം 1371 നമ്മൾ ഊബറിൽ നിന്ന് കിട്ടിയത്. പിന്നെ നമുക്കിന്ന് കേരള സവാരിയിൽ ഒരു 167 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള സവാരി ഓക്കെ. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു ഏകദേശം ഒരു 1500 രൂപയുടെ ഓട്ടമാണ് നമ്മൾ റാപ്പിഡോ അത് ഓഫ് ചെയ്തു. ഓക്കെ, എല്ലാതും ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് അവസാനിച്ചു. ഏകദേശം 1500 രൂപയുടെ ഓട്ടമാണെന്ന് ടോട്ടൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ CNG ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഏകദേശം ഹാഫ് ടാങ്ക് CNG ഇനിയുണ്ട്. അപ്പോൾ ഇതായിട്ട് നാളെ ഓടിയിട്ട് ഇനി നാളെ CNG ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഏണിങ്സ് എന്ന്. അപ്പോൾ ഇതൊരു നോർമൽ ഡേ ആണ്. അപ്പോൾ ഇതിലും കുറഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ കൂടിയതും ഉണ്ടാവും കുറഞ്ഞതും ഉണ്ടാവും, ഒന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.